എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങ് PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് ഇക്കൊല്ലത്തെ SSLCക്കും അതുപോലെ തന്നെ +2നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും, അതോടൊപ്പം തന്നെ ഗൈഡൻസ് ക്ലാസ് എന്നല്ല, നിങ്ങളുടെ ഭാവി എങ്ങനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് അനുഭവ സമ്പത്ത് കൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് ഒരുപാട് കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട സുഹൈലിൻ്റെ ഒരു ക്ലാസ്സും, അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം. അവാർഡ് കുട്ടികളെ ആദരിക്കണം, അവർക്കൊരു അംഗീകാരം. അതോടൊപ്പം തന്നെ ഈ കാലത്ത് ന്യൂജൻ കോഴ്സുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അവബോധം, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം, ഒരു ആത്മധൈര്യം, ഇതൊക്കെ ആണ് ഈ അവാർഡ് ദാനം കൊണ്ടും അതിനോടനുബന്ധിച്ചുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളൊക്കെ വ്യത്യസ്തമായി. ഇപ്പം എല്ലാവർക്കും നെഞ്ചിരിപ്പാണ്. ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 9A ആയി, അല്ലെങ്കിൽ 8A, അത് 2B, ഒരു C വന്ന കുട്ടിക്ക് തുടർ പഠനത്തിന് +1 അഡ്മിഷൻ കിട്ടുമെന്നില്ല ഒരു പ്രയാസം. എല്ലാവരും മാനസികമായ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് കുട്ടികളുടെ SSLC വിദ്യാഭ്യാസം. അതോടൊപ്പം തന്നെ +2 കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി വിദ്യാഭ്യാസം, ഒരുപാട് കോഴ്സുകളുണ്ട്. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾക്ക് എതിരാണ് താല്പര്യം, അതിലേക്ക് നിങ്ങൾ കുട്ടികളെ നയിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ നമുക്ക് ഇന്നതൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ ആഗ്രഹത്തിന് ഒരു 50% കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരാം. അല്ല, കുട്ടി 100% നമ്മുടെ ആഗ്രഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് കുട്ടിയെ അതിലേക്ക് പാകപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളതേ നമുക്ക് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഒക്കെ ഒരു മൂഡ് ഓഫാണ്. നമ്മൾ നിർബന്ധിച്ചാണ് അയച്ചിട്ടും കാര്യമില്ല, പഠിക്കേണ്ട അവരാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് വിഷൻ ഉണ്ടാവും. ചില ആളുകൾക്ക് വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണം, ചില ആളുകൾക്ക് നാട്ടിലെ സ്കൂളിൽ പഠിക്കണം, ചില ആളുകൾക്ക് വിട്ടുപോയി പഠിക്കണം, ചില ആളുകൾക്ക് പുതിയ ന്യൂജൻ കോഴ്സുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. വിദ്യാഭ്യാസ രീതി തന്നെ മാറുകയാണ്. +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് പോണ കുട്ടികൾക്ക് കഴിഞ്ഞ് 4 കൊല്ലം ഡിഗ്രി കോഴ്സ്, ആ 3 കൊല്ലം കഴിഞ്ഞു. ഇക്കൊല്ലം മുതൽ 4 കൊല്ലത്തിനാണ്. അതുപോലെ തന്നെ B.Ed എന്ന് പറയുന്ന സംവിധാനം മാറാൻ പോവുകയാണ്. 2030 ആകുമ്പോഴേക്കും B.Ed, BA ഓണേഴ്സ്, BCom ഓണേഴ്സ്, ഇങ്ങനെ ആണ് BSc ഓണേഴ്സ്, അതുകൊണ്ടല്ലേ പുതിയ ഡിഗ്രി തലത്തിലേക്ക് വരികയാണ്. സിവിൽ സർവീസിന് പോകുന്ന +2 കഴിഞ്ഞുള്ള കുട്ടികളാണെങ്കിൽ സിവിൽ സർവീസിന് പോകുന്ന കോച്ചിങ് സെൻ്ററുകൾ, നല്ല ലൈബ്രറികൾ എവിടെയാണുള്ളത് വെച്ചാൽ അവിടെ പോയി കണ്ട് നല്ല ലൈബ്രറി സംവിധാനം ഉള്ളിടത്ത് പോയിട്ട് വേണം സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകേണ്ടത്. അത് അതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു അവബോധം ഉണ്ടാവും. അതിനാണ് ഇപ്പോൾ ഒരു ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊതു കാര്യം എന്ന നിലക്ക് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് ദാനവും അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസ്സും. അപ്പോൾ ഇതിന് ഞാൻ തന്നെ പറഞ്ഞതാ, അവാർഡ് അവസാനം കൊടുത്താൽ മതി. കാരണം നിങ്ങൾ കൊടുത്തിട്ട് വാങ്ങിയിട്ടാണ് പോകും. ഈ ക്ലാസ് നിങ്ങൾ കേൾക്കണം, ഉപദേശമല്ല, അതൊരു ക്ലാസ്സാണ്. അതിൽ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അല്ലേ സുഹൈലെ? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. സുഹൈലിനെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. അപ്പം നിങ്ങൾ ഇത് ഫലപ്രദമായി ഈ ക്ലാസ് ഉപയോഗിക്കണം. എന്നിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കണം. സംശയം ചോദിക്കണം. അത് എന്തെങ്കിലും ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായാലും ശരിയായാലും ചോദിക്കാനുള്ളത് ചോദിക്കണം. ചോദിച്ച് കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മികച്ച ബാലതാരത്തിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ നസീഫ് പോതായിയെയും ചടങ്ങിൽ ആദരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് U. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്യ ഷംസു, അസിസ്റ്റന്റ് രജിസ്ട്രാർ AP നൌഷാദ്, ബാങ്ക് സെക്രട്ടറി V. അജിത, ബാങ്ക് വൈസ് പ്രസിഡന്റ് PV കോയ, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ E. കരീം, E. സുൽഫിഖർ അലി, സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് P. ഷംസുദ്ദീൻ, മുസ്ലിം ലീഗ് എടവണ്ണ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ, ബാങ്ക് ഡയറക്ടർ സലീം പുളിക്കൽ എന്നിവർ സംസാരിച്ചു. MA സുഹൈലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. സഹകാരികളുടെ സഹയാത്രികനായി ബാങ്കിംഗ് സേവന രംഗത്ത് നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി പ്രവർത്തിച്ചു വരുന്ന എടവണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി മാറിയിരിക്കുന്നു. മെമ്പർമാരായ നിക്ഷേപകർക്ക് അപകടമരണ ഇൻഷുറൻസ് 1 ലക്ഷം രൂപ വരെ നൽകി വരുന്നു. മരണപ്പെട്ട മെമ്പർമാരുടെ ലോണുകൾക്ക് 3 ലക്ഷം രൂപ വരെ റിസ്ക് ഫണ്ട് ആനുകൂല്യം.
നിക്ഷേപങ്ങൾക്ക് 8.25% വരെ ഉയർന്ന പലിശ നിരക്ക്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ കാർഷിക ധനസഹായം. 6.25% നിരക്കിൽ ഗോൾഡ് ലോൺ, കുടുംബശ്രീ ലോണുകൾ, ലളിതമായ വസ്തുവായ്പാ നടപടികൾ. സുതാര്യം, സുരക്ഷിതം. എടവണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, എടവണ്ണ. ഫോൺ 048327000261. ബ്രാഞ്ചസ് ഒതായ്, പത്തപ്പിരിയം.